അപ്പോൾ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ആറ്റിങ്ങൽ? ആറ്റിങ്ങൽ BJPയെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തവണ വിജയം 100% സുനിശ്ചിതമാണ് ആറ്റിങ്ങൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കുറേ കാലമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സജീവമായി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രൗണ്ട് നോക്കുമ്പോൾ? അല്ല, ഞങ്ങൾ കഴിഞ്ഞ തവണ ഞാനാണ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അതിനുശേഷം സജീവമായി തന്നെ ഈ മണ്ഡലത്തിലുണ്ട്. എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഇടപെടുന്നുണ്ട്, സമരങ്ങളിലുണ്ട്, എല്ലായിടത്തും. വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നൊരു മണ്ഡലമാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ യാത്ര ചെയ്തപ്പോൾ കാണും, ഏറ്റവും അധികം വികസനത്തിൻ്റെ കാര്യത്തിൽ വികസനം എത്താത്ത ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടൊരു മണ്ഡലമാണ്. കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്ന മറ്റൊരു മണ്ഡലമില്ല. വീടില്ലാത്തവർ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലാണ്. ഭൂമിയില്ലാത്തവർ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലാണ്. ഈ മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ പട്ടികജാതി ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്നൊരു മണ്ഡലമാണ്. മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട്, കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമായിട്ടാണ് ഇവിടുത്തെ പട്ടികജാതി കോളനികളുടെ സ്ഥിതി. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ മാറി മാറി പതിറ്റാണ്ടുകളായി MLAയും MP ആയിരുന്നവർക്ക് ഇവിടുത്തെ പാവങ്ങൾക്ക് കുടിവെള്ളം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എത്ര വലിയ പാതകമാണ് ഇത്രയും നാൾ ഈ പാവങ്ങളോട് ചെയ്തതെന്ന്. വീടില്ലാത്തവർ ഇപ്പോഴും നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ടാർപ്പാളിൻ മറച്ച്, സാരിത്തുണി മറച്ച് കിടക്കുന്ന പട്ടികജാതി കോളനികളാണ്. ഈ ഫണ്ടുകളൊക്കെ ഇവിടെ പോയി ഈ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടിരുന്ന അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നുണ്ട്. ജനങ്ങളത് അംഗീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു സബർബൻ ടൗണായി, ഒരു ഹൈടെക് സിറ്റിയായി, ഒരു ലോകോത്തരമായി ഉയർന്നു വരേണ്ട ഒരു സെൻറ്ററാണ് ആറ്റിങ്ങൽ. അത്രയും ഒരു വലിയ ചരിത്രപരമായ പാരമ്പര്യം കൂടിയുള്ള സ്ഥലമാണ്. പക്ഷേ രാജാരവിവർമ്മയുടെ സ്ഥലമാണ്, കിളിമാനൂർ ഈ മണ്ഡലത്തിലാണ് വരുന്നത്. ആറ്റിങ്ങൽ കൊട്ടാരം അതെല്ലാം ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ അവഗണിക്കപ്പെട്ട് ഒന്നുമല്ലാത്ത ഒരു വികസനം ഒരിടത്തും എത്താത്ത ഒരു സ്ഥലമായി BJPക്ക് അങ്ങനെ ഒരു അവസരം തന്നാൽ അത്തരത്തിൽ മാറുമോ ആറ്റിങ്ങൽ? തീർച്ചയായിട്ടും BJP ഇത്തവണ വിജയിക്കും. ഇവിടെ BJP വിജയിച്ചാൽ ഈ രാജ്യത്ത് എണ്ണപ്പെട്ട നഗരങ്ങളിലൊന്നായി ആറ്റിങ്ങലിനെ ഞങ്ങൾ മാറ്റും വികസനത്തിൻ്റെ കാര്യത്തിൽ. അതാണ് ഞങ്ങളുടെ വാക്ക്. അപ്പോൾ സിറ്റിംഗ് MLA ആണ് മത്സരിക്കുന്നത്, RSP സ്ഥാനാർത്ഥിയാണ്. എതിരാളികളെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, സിറ്റിംഗ് MLA എന്ന് പറയുന്ന സമയത്ത് MLA കഴിഞ്ഞ 5 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം, കഴിഞ്ഞ അവസാനത്തെ ഒരു ഒരു വർഷമൊക്കെ എടുത്താൽ പോലും സ്ഥിരമായി ഞങ്ങൾ എത്രയോ വിഷയങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. MLA ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇടപെട്ടിട്ടില്ല, പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ MLA സ്വജനപക്ഷപാതത്തിൻ്റെ അങ്ങേയറ്റമാണ് പ്രവർത്തിച്ചത്. വ്യക്തിപരമായി പറയുന്നതല്ല, ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്ക് അന്വേഷിക്കാം. ഇവിടെ ഒരു MLA ഓഫീസില്ല. കഴിഞ്ഞ 5 വർഷം MLAയുടെ ഓഫീസ് എവിടെയായിരുന്നു? പാർട്ടി ഓഫീസിൽ MLA വരും, അവിടെ ആളിരിക്കും. ഇപ്പോൾ CPMൻ്റെ ഓഫീസിൽ പോയി MLA കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന MLA ആണ് ഞാൻ. CPMകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും BJPക്കാരൻ്റെയും MLA ആണെന്ന് വിചാരിക്കുന്ന ജനാധിപത്യ ബോധം ഇല്ലാത്തൊരു MLA ആയിരുന്നു ഇവിടെ. ഒരു ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ല, ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. സ്വജനപക്ഷപാതത്തിൻ്റെ അങ്ങേയറ്റം. കമ്മീഷൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് അംബേദ്കർ ഗ്രാമം പദ്ധതി. അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ ഒരു പട്ടികജാതി ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. 10 കോളനികളാണ് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1 കോടി രൂപ ഒരിടത്തും ചെലവഴിച്ചിട്ടില്ല. 50% പോലും ചെലവഴിച്ചിട്ടില്ല. പലതിലും ഭരണാനുമതി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഓരോ കോളനി തലത്തിലും ഈ പദ്ധതി നടപ്പാക്കാൻ ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ MLA ആണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ് MLA. വികസനം, നമ്മൾ ആ ടൗൺ ഹാള് ഉണ്ട് ആറ്റിങ്ങൽ, നിങ്ങൾ വരുമ്പോൾ കണ്ടു കാണും, ഒരു ടൗൺ ഹാളുണ്ട്. 9 വർഷമായി അതിൻ്റെ പണി നടക്കുകയാണ്. 9 വർഷം നല്ലവണ്ണം പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു ടൗൺ ഹാള് നവീകരിക്കുന്നതിന് വേണ്ടി പൊളിച്ചിട്ടു. ഇതുവരെ 9 വർഷമായിട്ട് പണി തീർന്നില്ല. നമ്മൾ വിവരാവകാശ രേഖ എടുത്ത സമയത്ത് 5.5 കോടി രൂപയാണ് അതിന് വേണ്ടി ചിലവഴിച്ചത്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അട്ടകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം. 4 കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ് മാലിന്യ കൂമ്പാരം ഡംപ് ചെയ്തിരിക്കുന്നത് ആറ്റിങ്ങൽ നഗര മധ്യത്തിൽ. ഇതിനൊന്നും ഒരു സംവിധാനമില്ല. അപ്പോൾ ജനങ്ങളെ മറന്നുപോയ MLA ആണ്. പിന്നെ UDFനെ സംബന്ധിച്ച് അപ്രസക്തമാണ്. കാരണം കഴിഞ്ഞ 5 വർഷം ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ UDF ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അടൂർ പ്രകാശില്ല, MP നിലയിൽ എവിടെയെങ്കിലും വന്ന് ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു പോകുന്നതിനപ്പുറത്ത് UDFൻ്റെ സാന്നിധ്യം അപ്രസക്തമാണ് കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ. അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളാണ്, ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2ാം സ്ഥാനത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ.
വലിയ വാശിയേറിയ പോരാട്ടത്തിലാണ്. അതായത് ഇടതുപക്ഷത്തിനൊരു വലിയ തരംഗം കേരളം മൊത്തം ഉണ്ടായി എന്ന് അവകാശപ്പെടുന്ന സമയത്താണ് ആറ്റിങ്ങലിൽ 10,500 വോട്ട് വർദ്ധിപ്പിച്ച് നമ്മൾ 2ാം സ്ഥാനത്ത് വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. അന്ന് VS ജോയി നമ്മുടെ ജോയി CPMൻ്റെ ജില്ലാ സെക്രട്ടറി ജോയിയും അടൂർ പ്രകാശിനെയും പോലുള്ള പ്രബലന്മാർ മത്സരിച്ച സമയത്താണ് V മുരളീധരൻ 6,500 വോട്ടിന് ഈ മണ്ഡലത്തിൽ ലീഡ് ചെയ്ത് 1ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ മത്സരിക്കുന്നത് 2ാം സ്ഥാനത്ത് നിന്നല്ല, ഞങ്ങൾ മത്സരിക്കുന്നത് 1ാം സ്ഥാനത്ത് നിന്നാണ്. കാരണം 2024 നിലവിൽ കഴിഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ 1ാമതാണ്. അത് ഒന്ന് അരക്കിട്ടുറപ്പിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്.